2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു യുദ്ധം ഇന്ത്യയുടെ ചരിത്രത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. 1,00,000-ലധികം മനുഷ്യരുടെ മൃതദേഹങ്ങൾക്ക് മുകളിൽ നിന്നുകൊണ്ട് അശോക ചക്രവർത്തി ഒരു സത്യം തിരിച്ചറിഞ്ഞു. അറിവ് തെറ്റായ കൈകളിലെത്തിയാൽ അത് ലോകത്തിന്റെ നാശത്തിന് കാരണമാകും. നാം ഇന്ന് ഇലൂമിനാറ്റി എന്ന് വിളിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇന്ത്യയിൽ ഒരു രഹസ്യ സംഘടന രൂപീകരിക്കപ്പെട്ടു. ലോകത്തെ തകർക്കാൻ ശേഷിയുള്ള 9 ശാസ്ത്ര രഹസ്യങ്ങൾ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട 9 അജ്ഞാതരായ മനുഷ്യർ. ആരാണവർ? എവിടെയാണവർ? ചരിത്രകാരനായ ടാൽബോട്ട് മുണ്ടി 1923 ഈ നിഗൂഢതയെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്നത്. കലിംഗ യുദ്ധത്തിന് ശേഷം മനസ്സ് തകർന്ന അശോകൻ സമാധാനത്തിന്റെ വഴി തിരഞ്ഞെടുത്തു. പക്ഷേ മനുഷ്യർ ശാസ്ത്രത്തെ യുദ്ധത്തിനായി ദുരുപയോഗം ചെയ്യുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും മികച്ച 9 ബുദ്ധിമാന്മാരെ അദ്ദേഹം തിരഞ്ഞെടുത്തു. ഓരോരുത്തർക്കും ഓരോ പുസ്തകം വീതം നൽകി. ആ പുസ്തകങ്ങളിലെ അറിവ് അവർ പുറം ലോകത്തു നിന്നും മറച്ചുവെച്ചു. തലമുറകളായി ഈ 9 പേർ ഇന്നും നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. എന്തായിരുന്നു ആ പുസ്തകങ്ങളിൽ? നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. പുസ്തകം 1, പ്രൊപ്പഗണ്ട. മനുഷ്യന്റെ ചിന്തകളെ എങ്ങനെ നിയന്ത്രിക്കാം? ഒരു ജനതയെ ആയുധമില്ലാതെ കീഴ്പ്പെടുത്തുന്നത് എങ്ങനെ? ഇന്നത്തെ സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ യുദ്ധമുറകളും ഇതിന്റെ ലളിതമായ രൂപങ്ങൾ മാത്രമാണ്. പുസ്തകം 2, ഫിസിയോളജി. മനുഷ്യ ശരീരത്തിലെ മർമ്മങ്ങളെക്കുറിച്ചുള്ള പഠനം. ഒരു വിരൽ തൊട്ടാൽ ഒരാളെ കൊല്ലാനും എന്നാൽ മറ്റൊരു സ്പർശനം കൊണ്ട് മൃതപ്രായനായ ഒരാളെ രക്ഷിക്കാനും ഇവർക്കറിയാമായിരുന്നു. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ ആയോധന കലകൾ ഈ പുസ്തകത്തിൽ നിന്നും ചോർന്നതാണെന്ന് കരുതപ്പെടുന്നു. പുസ്തകം 3, മൈക്രോബയോളജി. സൂക്ഷ്മജീവികളെ ഉപയോഗിച്ചുള്ള യുദ്ധം. അതിഭീകരമായ പകർച്ചവ്യാധികളെ നിർമ്മിക്കാനും തടയാനും ഈ സംഘത്തിന് കഴിഞ്ഞിരുന്നു. ഗംഗാനദിയിലെ ജലം ദീർഘകാലം കേടുകൂടാതെ ഇരിക്കുന്നത് അശോകന്റെ ഈ സംഘം ഗംഗയിലേക്ക് വിട്ട പ്രത്യേക വൈറസുകൾ കാരണമാണെന്ന് പല ശാസ്ത്ര നിരീക്ഷകരും വിശ്വസിക്കുന്നു. പുസ്തകം 4, ആൽക്കെമി. ലോഹങ്ങളെ സ്വർണമാക്കി മാറ്റുന്ന വിദ്യ. ക്ഷാമകാലത്ത് അശോകൻ ഈ വിദ്യയിലൂടെ ജനങ്ങളെ സഹായിച്ചിരുന്നതായി രേഖകളുണ്ട്. പുസ്തകം 5, കമ്മ്യൂണിക്കേഷൻ. അന്യഗ്രഹ ജീവികളുമായി എങ്ങനെ സംസാരിക്കാം? ഭൂമിക്ക് പുറത്തുള്ള ലോകത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. പുസ്തകം 6, ഗ്രാവിറ്റി. ഭൂഗുരുത്വ ബലത്തെ എങ്ങനെ തോൽപ്പിക്കാം? പുരാണങ്ങളിൽ പറയുന്ന വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള ഫോർമുലകൾ ഇതിലുണ്ട്. പുസ്തകം 7, കോസ്മോഗണി. പ്രപഞ്ചത്തിന്റെ ഉത്ഭവം. പ്രകാശത്തിന്റെ വേഗതയേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനുള്ള വിദ്യ. ടൈം ട്രാവലിന്റെ സാധ്യതകൾ പോലും ഇതിൽ സൂചിപ്പിക്കുന്നു. പുസ്തകം 8, ലൈറ്റ്. പ്രകാശത്തെ ആയുധമാക്കുന്ന വിദ്യ. ഇന്നത്തെ ലേസർ സാങ്കേതിക വിദ്യയുടെ ആദ്യ രൂപം ഇതിലുണ്ട്. പുസ്തകം 9, സോഷ്യോളജി. സമൂഹത്തിന്റെ മാറ്റങ്ങളെ മുൻകൂട്ടി കാണാനുള്ള ഗണിതശാസ്ത്രം. ഒരു സാമ്രാജ്യം എപ്പോൾ തകരുമെന്നും എപ്പോൾ വളരുമെന്നും ഈ പുസ്തകം വഴി കണക്കാക്കാം. അശോകൻ വിശ്വസിച്ചിരുന്നത് അറിവൊരു ഉത്തരവാദിത്തമാണെന്നാണ്. നമ്മുടെ ആധുനിക ശാസ്ത്രം ഒരു ആറ്റം ബോംബ് കണ്ടെത്തിയപ്പോൾ അത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനെടുത്തു. എന്നാൽ അശോകൻ ആ ഭീഷണി 2000 വർഷങ്ങൾക്ക് മുൻപേ തിരിച്ചറിഞ്ഞു. ആ 9 പുസ്തകങ്ങൾ ഇന്നും നമുക്കിടയിലുണ്ട്. ഈ നിമിഷം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഇതിന് പിന്നിലെ സാങ്കേതികവിദ്യ പോലും ഒരുപക്ഷെ ആ 9 പേരുടെ നിയന്ത്രണത്തിലായിരിക്കാം.